നടക്കില്ല. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, എന്നെ ആരും വധിക്കരുത്, മനുഷ്യനാലും മൃഗങ്ങളാലും വധിക്കരുത്, ആയുധങ്ങളാലും എന്നെ കൊല്ലരുത്, ഭൂമിയിലും ആകാശത്തും വെച്ച് മരിക്കരുത്, പകലും രാത്രിയും. അപ്പം പിന്നെ സേഫാണല്ലേ, പിന്നെ ഇതിനപ്പുറം. അപ്പോൾ എന്ത് ചെയ്തു? ശരി, ചോദിച്ച താരങ്ങളെല്ലാം കൊടുത്തു. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇവിടെ വന്നൊന്ന് ഷൈൻ ചെയ്തു, നല്ല ആളായി. കാരണം ചോദിച്ചതെല്ലാം കിട്ടി, നല്ല സമ്പത്തുണ്ട്, വരങ്ങളുണ്ട്. സമ്പത്ത് എല്ലാം കിട്ടിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും? മനുഷ്യന് അഹങ്കാരം കൂടും. അപ്പോൾ അഹങ്കാരം അങ്ങ് വർദ്ധിച്ചിട്ട് ഇല്ലേ, മാനസമതം ധനഹേതുനാ ഭവിച്ചിടും മനുഷ്യന്മാർക്ക്, മാനുഷാദികൾക്ക് അത് താനേ പോയകലുമ്പോൾ പൂതനായി വരും. മനുഷ്യന് ധനം കിട്ടിക്കഴിയുമ്പോൾ അവൻ അഹങ്കരിക്കും. അപ്പോൾ ആരും നോക്കില്ല, നമ്മൾ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ പോലും അവരെ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ അവരോട് ഒരു എന്താ പറയുക, മനസ്സുകൊണ്ടൊരു ഓപ്പൺനെസ് ഇല്ല. കാരണം അഹങ്കാരം, എനിക്ക് എല്ലാം തികഞ്ഞു എന്നുള്ള അഹങ്കാരത്തോടെ രാജ്യം ഭരിക്കുകയാണ് ഹിരണ്യകശിപു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ഹിരണ്യകശിപു കയാതു ദേവിയെ വിവാഹം കഴിച്ചു. എന്താണ് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയുടെ പേര്? കയാതു. കയാതു വിവാഹം കഴിച്ച് 4 കുട്ടികളുണ്ട്. അതിൽ മൂത്ത പുത്രൻ ആണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ജനിക്കുമ്പം മുതൽ തന്നെ നാരായണ നാരായണ എന്ന് പറഞ്ഞ് എല്ലാം ഈശ്വരമയമായിട്ട് സർവ്വതിനെ ഈശ്വരനായി കാണുന്ന ഒരു കുട്ടിയായിരുന്നു പ്രഹ്ലാദൻ ജനിച്ചപ്പോൾ മുതൽ തന്നെ. അപ്പം ഇവിടെ ഹിരണ്യകശിപു തൻ്റെ കൊട്ടാരത്തിലുള്ള സേവകരോട് പറഞ്ഞു, ഇവനെ ആസുരികത മാത്രം പഠിപ്പിച്ചാൽ മതി, അസുര സംസ്കാരം പഠിപ്പിച്ച. ആസുരിക എന്ന് പറഞ്ഞാൽ അസുരന്മാരായിട്ടും ദേവന്മാരായിട്ടും മനുഷ്യരാരും ജനിക്കുന്നില്ല. എല്ലാവരും ദേവന്മാരാണ്, എല്ലാവരും അസുരന്മാരുമാണ്. നമ്മളിലും ദേവത്വമുണ്ട്, നമ്മളിലും ആസുരികതയുണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട് ഇല്ലേ. നമ്മൾ ചിലപ്പം നല്ല ശാന്തരും ഇതുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ പെട്ടെന്നറിയാതെ ക്ഷിപ്രകോപികളായി ദേഷ്യം വരും, എന്താ പ്രവർത്തിക്കുകയെന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ആസുരികത എല്ലാവരുടെയും കൂടെയുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥനയും ഇതും എല്ലാം ചെയ്യുന്ന. എൻ്റെ മനസ്സിനെ ശാന്തമാക്കണേ എന്നാണ്. അല്ല, നമ്മൾ മറ്റുള്ളവരെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറില്ല. ഒരിക്കൽ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് ഒരച്ഛൻ ഇങ്ങനെ ഷോപ്പിംഗ് സെൻറ്ററിൽ കൂടെ നടക്കുകയാണ്. ഈ കുട്ടി വല്ലാതെ കരയുക, വല്ലാതെ കരഞ്ഞുകൊണ്ട് അച്ഛനെ പുറകോട്ട് വലിക്കുന്നു. അച്ഛന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. കാരണം കുട്ടിക്ക് അവിടെ ഒരു ടോയ് കണ്ടു, ആ ടോയ് വാങ്ങിച്ചു കിട്ടണം. അച്ഛൻ്റെ കയ്യിൽ കാശില്ല. അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ ദേഷ്യം വന്നിട്ട് അച്ഛൻ പറഞ്ഞുകൊണ്ട് പോയി, ശങ്കര അടങ്ങൂ, ശങ്കര നീ അടങ്ങൂ, ശങ്കര അടങ്ങൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ കുട്ടിയെ വലിച്ചുകൊണ്ട് പോവാം. എതിർവശത്തുള്ള വന്നൊരു സ്വാമി ചോദിച്ചു, എന്താണ് ഈ ശങ്കരൻകുട്ടിക്ക് വേണ്ടത്? സാറേ, ശങ്കരൻകുട്ടി അവനല്ല, ശങ്കരൻ ഞാനാണ്. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, എൻ്റെ മനസ്സിനെ അടക്കാൻ വേണ്ടി. അതായത് കുട്ടിക്ക് ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടാതെ ഇരിക്കാൻ, പൊട്ടിത്തെറിച്ച് പോകാതിരിക്കാൻ ഞാൻ തന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ മനസ്സിനെ അടക്കുക. അപ്പം ഇവിടെ ഹിരണ്യകശിപു ആസുരികത മാത്രം പഠിപ്പിച്ചാൽ മതി, ഭൗതിക സംസ്കാരം പഠിപ്പിച്ചാൽ മതി, അല്ലാതെ മറ്റൊന്നും നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ശുക്രാചാര്യരുടെ 2 മക്കളെയാണ് ഗുരുക്കന്മാരായി വിടുന്നത്. അവർ കൊണ്ടുപോയി പഠിപ്പിച്ചു. കുറച്ച് ദിവസം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിരണ്യകശിപു മകനെ വിളിച്ച് മടിയിൽ എടുത്തിരുത്തിയിട്ട് ചോദിച്ചു, മകനെ ഇന്ന് എന്തൊക്കെ പഠിച്ചു? മകൻ പറഞ്ഞു, അച്ഛാ, ഞാൻ പഠിച്ച കാര്യം ഞാൻ അച്ഛനോട് പറയാം. എന്താണെന്നറിയാമോ? ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ഭക്തി ഉണ്ടാകാൻ വേണ്ടത്. അതാദ്യമായിട്ട് പഠിക്കണം. അത് ഞാനും പഠിക്കണം, അച്ഛനും പഠിക്കണം. ശ്രവണം, നമ്മൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം, എല്ലാവരെയും ശ്രദ്ധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം നമുക്ക്. കീർത്തനം, ആരെങ്കിലും നമ്മളോട് എന്ത് പറഞ്ഞാലും ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ അവരെ അഭിനന്ദിക്കണം, അവരെ പുകഴ്ത്തണം, അവരെ ശ്ലാഘിക്കണം. അതാണ് കീർത്തനം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ പുയർത്തി പറയുക, അല്ല മറ്റുള്ളവരെ അഭിനന്ദിച്ച് സംസ്കരിക്കുക. ചിലർക്കത് വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊരാൾ നന്മ ചെയ്യുന്നു എന്ന് കണ്ടാൽ അസൂയ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. നമ്മൾ അമ്പലത്തിൽ പോയാൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അമ്പലത്തിൽ പോയാൽ നമ്മൾ അവിടെ ചിന്ത ചെയ്യുക, പള്ളിയിൽ പോയാൽ എന്താ ചെയ്യുക? അവിടുത്തെ പ്രാർത്ഥനകൾ കേൾക്കുക. അമ്പലത്തിലാണെങ്കിൽ അവിടെ ഇടയ്ക്കുക, അല്ലെ സോപാന സംഗീതം കേൾക്കുക, അവിടുത്തെ നാഗസന കേൾക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷമുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്പൂരിമാരും അല്ലെ പൂജാരിമാരും ചൊല്ലുന്ന മന്ത്രം ഭക്തർക്ക് കേൾക്കത്തക്ക വിധത്തിൽ ചൊല്ലാൻ അവരോട് ആവശ്യപ്പെടാൻ നമുക്കിനുള്ള അറിവുണ്ട്.
അങ്ങനെ ശ്രവണം കീർത്തനം നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്ന ഒപ്പം എല്ലാവരെയും പുറത്തു പറഞ്ഞാലും സ്വജീവിതത്തിലും നമ്മൾ പുറത്തെ ജീവിതത്തിലും നമ്മൾ അത് അനുവർത്തിക്കണം. വിഷ്ണു സ്മരണം എന്ത് ചെയ്താലും അത് ഭഗവത് സേവയായിട്ട് തന്നെ ചെയ്യും. മാനവ സേവ മാധവ സേവയായിട്ട് ചെയ്യണം. ആരെയെങ്കിലും എന്ത് ചെയ്താലും അത് അവർക്ക് ചെയ്യുന്ന ഒരു സേവനമല്ല. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ചോദിക്കും, ഞാൻ ചെയ്തില്ലേ, നീ സന്തോഷമായില്ലേ? അതല്ല, ഭഗവാനോടാണ് പറയേണ്ടത്. ഭഗവാനാണ് നമ്മൾ ആ സേവ ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു സ്മരണം, പാദസേവനം, ഭഗവാന്റെ പാദസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ പാദസേവയാണ് അല്ലേ? ആയിരക്കണക്കിന് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ നിൽക്കുന്ന ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളും ഭഗവാന്റെ രൂപം തന്നെയാണ്. ഭഗവാന് പ്രത്യേക രൂപമില്ല, നാമമില്ല. പിന്നെ എന്തുണ്ട്? ഭഗവാൻ ആ ചൈതന്യമാണ്, നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം. ഈ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ തിളക്കുന്ന, നമ്മളെ പ്രശോഭിപ്പിക്കുന്ന ഒരു പ്രകാശം, അതാണ് ഈശ്വരൻ. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ ഒരംശം. അതായത് സമുദ്രത്തെ നമ്മൾ ഭഗവാനായിട്ട് സങ്കല്പിക്കുക, പരമാത്മാവായിട്ട് സങ്കല്പിക്കുക. ആ സമുദ്രത്തിൽ നിന്ന് നമ്മൾ ഒരു കുപ്പി വെള്ളം എടുത്തൊരു നീല കുപ്പിക്കകത്ത് ഒരു കുപ്പി വെള്ളം എടുത്ത് വയ്ക്കുക. ആ കുപ്പിക്കകത്തെ ജലം സമുദ്രമാണോ? കുപ്പിയിലെ ജലം സമുദ്രമാണോ? അല്ല. പക്ഷേ അത് സമുദ്രത്തിലെ ജലമാണ് ആ കുപ്പിയിലിരിക്കുന്ന ജലം. അതുപോലെ തന്നെ നമ്മൾ പരമാത്മാവാണോ? അല്ല. പരമാത്മാവിൻ്റെ ഒരു അംശം ഈ ശരീരമാകുന്ന കുപ്പിയിൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ, അല്ലേ? ഈ ശരീരം എവിടെ പോകുന്നോ അവിടെ ആ പരമാത്മാവിൻ്റെ അംശം, അതിനാണ് നമ്മൾ ജീവാത്മാവെന്ന് പറയുന്നത്. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യമുണ്ടാകുമ്പോൾ നമ്മളവിടെ ലയിച്ചു ചേരണം. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് അടുക്കാൻ നോക്കുന്നില്ല, നമ്മൾ ഇങ്ങോട്ട് പോരുകയാണ്. നമ്മൾ ഭൂമിയിലോട്ട്, ഇവിടുത്തെ സുഖഭോഗങ്ങളിലോട്ട് ലയിച്ച് നമ്മൾ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിൽ ഐക്യമുണ്ടാകാനായിട്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അമ്പലത്തിൽ ചില ഭഗവന്മാർ ചിന്മുദ്രയിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ കാണിക്കുന്നതിനാണ് ചിന്മുദ്ര. തള്ളവിരലിൻ്റെ അഗ്രവും ചൂണ്ടുവിരലിൻ്റെ അഗ്രവും തമ്മിൽ യോജിപ്പിച്ച് നിർത്തുക, ആ ഒരു രൂപത്തിനാണ് ചിന്മുദ്ര എന്ന് പറയുക. ഈ ചിന്മുദ്രയുടെ തത്വം സ്വാമി വിവേകാനന്ദൻ ഇവിടെ 1893 കൊച്ചിയിൽ വന്നപ്പോൾ ചട്ടമ്പി സ്വാമികളാണ് ചിന്മുദ്ര പഠിപ്പിച്ചു കൊടുത്തത്. സ്വാമി വിവേകാനന്ദൻ അത് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തള്ളവിരലിൽ നിന്ന് പറഞ്ഞ് മറ്റു വിരലിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത്, അല്ലേ? തള്ളവിരലിനെ പരമാത്മാവും, ഇത് പരമാത്മാവായിട്ടല്ല, ഒരു ഉദാഹരണത്തിനാണ് പറയുന്നത്. തള്ളവിരലിനെ പരമാത്മാവും ചൂണ്ടുവിരൽ ജീവാത്മാവും ഇത് തമ്മിൽ യോജിക്കും എന്നുള്ളതാണ് തത്വം. ബാക്കി 3 വിരൽ എപ്പോഴെന്താണ്? 3 വിരൽ നമ്മുടെ സാത്വികം, താമസം, രാജസം, ഈ 3 ഗുണങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ 3 ഗുണങ്ങളാണ്. ഈ ഭൂമിയിലുള്ള അല്ലെ പ്രപഞ്ചത്തിൻ്റെ ഗുണങ്ങളാണ് നമ്മളിലുള്ള ഗുണങ്ങൾ, അല്ലേ? ഭൂമിക്കുമുണ്ട് ഗുണങ്ങൾ, സത്വഗുണങ്ങൾ, തമോ ഗുണം, രജോ ഗുണം. നമുക്കും അതേ ഗുണങ്ങളാണ്. ചിലർക്ക് ഗുണങ്ങൾ കൂടിയിരിക്കും, ചിലർക്ക് സത്വഗുണം കൂടിയിരിക്കും, ചിലർക്ക് തമോ ഗുണം കൂടിയിരിക്കും. തമോ ഗുണം കൂടിയവർ മടിയന്മാരും അലസന്മാരും ഒക്കെ ആയിട്ടങ്ങ് പോകും. സത്വരജം കൂടിയുള്ള ആക്റ്റീവായിരിക്കും, വളരെയധികം ജോലി ചെയ്യാനും കർമ്മ ഉത്സുകരായിരിക്കും ഇവർ ജോലി ചെയ്യാനായിട്ട്. ഏതും നേടിയെടുക്കാൻ അവർ മിടുക്കരാണ്. ആരെ കൊന്നിട്ടാണേലും എൻ്റെ കാര്യം നേടണം, അങ്ങനെയുള്ളവരാണ് ഈ രജോ ഗുണം ഉള്ളവർ. രാവണനൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നവരാണ്. തമോ ഗുണം കുംഭകർണൻ ആ കൂട്ടത്തിലുള്ളതാണ്. തമോ ഗുണം ഇന്ന് ചെയ്യാൻ പറയുന്ന കാര്യം നാളെ ആട്ടെന്നേ എന്ന് പറഞ്ഞു വെക്കുന്ന ചില പിള്ളേരൊക്കെ ഉണ്ട്, ഇല്ലേ? അതാണ് സത്വഗുണമുള്ളത്. നമ്മൾ സ്വാത്വിക ഗുണം എല്ലാത്തിനെയും സമദർശത്തിലൂടെ കാണുക. എന്തു വന്നാലും, അതിനെ ഗുണം വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ദാരിദ്ര്യം വന്നാലും സമ്പത്തുണ്ട്, എല്ലാം ഒരുപോലെ കാണാനുള്ള സമദർശനം, പണ്ഡിത സമദർശനം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. പണ്ഡിതന് എല്ലാം ഒരുപോലെയായിരിക്കും, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ മനസ്സിനെ ഉയർത്താനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ആസുരീകതയെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ഹിരണ്യകശിപുവിൻ്റെ മകനെ ആസുരീക പഠിപ്പിക്കാൻ വിട്ടു. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞാൻ പഠിച്ചത് ഇത്രയാണ് ഭക്തി, എന്നിലുള്ളത് നാരായണ ഭക്തിയാണ്, ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ചുള്ള ഭക്തിയാണ്, ഭഗവാൻ ഈശ്വരനെ കുറിച്ചുള്ള ഭക്തിയാണ്, പ്രപഞ്ചനാഥനെക്കുറിച്ച്, അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ കർത്താവെന്ന് പറഞ്ഞാലും നമ്മളിവിടെ അല്ല എന്ന് ഏത് പറഞ്ഞാലും പ്രപഞ്ചത്തിൽ ഒരു നാഥനേ ഉള്ളൂ. ആ നാഥനെക്കുറിച്ചുള്ള ഭക്തിയാണ് എൻ്റെ മനസ്സിൽ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനമായിട്ട് ഇതെല്ലാം ചെയ്യുക. ഭഗവാനുമായിട്ട് സഖ്യമുണ്ടാകണം. ഭഗവാന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഈശ്വരനെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട, നമ്മുടെ സുഹൃത്താണ്. കൃഷ്ണനും അർജുനനും പോലെ ഈശ്വരൻ സഖിയാണ്, സഖത്വം ഉണ്ടാകണം. ഇതി പുംസാർപ്പിതോ വിഷ്ണു
പഥ്യേച്ഛന്നവലക്ഷണം ക്രിയതേ ഭഗവതധ്യാത തന്മന്യേ അധീനമുത്തമം. ഈ 9 ലക്ഷണങ്ങളാണ് എനിക്ക് മനസ്സിൽ ഭക്തി ഉണ്ടാകാനായിട്ടുള്ള മാർഗങ്ങളായിട്ട് തോന്നുന്നത്. ഇത് അച്ഛനും ആചരിക്കാം, നമ്മൾക്ക് എല്ലാവരും ഇത് ആചരിക്കണം. അത് കേട്ട് കലിപൂണ്ട് ഹിരണ്യവശു പറഞ്ഞു, ഇവരെ കൊണ്ടുപോകും, ഞാൻ പറഞ്ഞൊന്നുമല്ല നിങ്ങൾ ഇവനെ പഠിപ്പിക്കുന്നത്. ശിഷ്യം ഗുരുക്കന്മാരോട് പറഞ്ഞു. അവർ കൊണ്ടുപോയിട്ട് പിന്നെയും കൊണ്ട് ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു ദിവസം അന്ന് ഏതാണ്ട് വിശ്വാസ ദിവസമായിരുന്നു, അധ്യാപകം വന്നില്ല ക്ലാസ്സിൽ. അപ്പോൾ എന്ത് ചെയ്തു, പ്രഹ്ലാദൻ പറഞ്ഞു, കുട്ടികളെ ബാ, വേറെ കുട്ടികളുണ്ട് ക്ലാസ്സിൽ, കുട്ടികളെ ബാ, ഇന്ന് നിങ്ങളുടെ ക്ലാസ് ഞാനെടുക്കാം. പിള്ളേരെ എല്ലാം വിളിച്ചിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു, ഓർക്കുക, നമുക്ക് ഈ മനുഷ്യജന്മം ഒന്നേ ഉള്ളൂ. ആ കിട്ടിയ ജന്മം നമ്മൾ പാഴാക്കാതെ പൂർണ്ണമായിട്ട് ജീവിച്ച് നമ്മൾ ഈശ്വരനെ ലയിക്കണം. അതിനുള്ള ഈശ്വര മാർഗങ്ങൾ നമ്മൾ അറിയണം. മനസ്സും ശരീരവുമാണ് മനുഷ്യനുള്ളത്. ആ ശരീരം പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. പഞ്ചഭൂതാത്മകമായ ശരീരമാണ്. എന്താണ് പഞ്ചഭൂതങ്ങൾ? അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. പ്രഹർഷണേന പഞ്ചീകൃതമായതാണ് പഞ്ചഭൂതം എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അങ്ങനെയുള്ള ഈ ഭൂമിയും ഇതും കൊണ്ടുണ്ടായതാണ്. വായു, ജലം, അഗ്നി ഒക്കത്തെയാണ് ഭൂമി. ഇവിടെ വായു ഒരു ദിവസം നിന്ന് പോയാൽ നമ്മളെല്ലാവരും ചത്തുപോകും, ഇല്ലേ? വായു, ജലമില്ലാതെ പറ്റത്തില്ല. അഗ്നി ഇല്ലാതെ നമുക്കൊന്നും പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ പോലും ഇതെല്ലാം ഉണ്ട്. അഗ്നി, ജലം, വായു ഇതെല്ലാമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. പ്രാണൻ എന്ന് നമ്മൾ പറയും, പ്രാണവായു, അത് പഞ്ചപ്രാണൻ. അത് പിന്നെ അതൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പം ഈ നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രാണൻ, പഞ്ചപ്രാണൻ അല്ലെങ്കിൽ അഗ്നി, വായു, പഞ്ചഭൂതങ്ങൾ ഈ വന്നിരിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്, പ്രപഞ്ചത്തിൽ നിന്നാണ്. അമ്മയുടെ ശരീരത്തിൽ നിന്നും അമ്മയുടെ അച്ഛൻ്റെയും ശരീരത്തിൽ നിന്നും നമുക്ക് കിട്ടിയതാണ് ഈ ദേഹം. അത് പ്രകൃതിയിൽ നിന്നാണ്. ആ പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെടുമ്പോൾ ഈ ശരീരം പ്രകൃതിയിലോട്ട് തന്നെ തിരിച്ചയക്കുന്നത്. ആ ശരീരം ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ വന്നപ്പോൾ ശരീരത്തോടെയല്ല വന്ന, അമ്മയാണ് നമുക്ക് ശരീരം. അവിടെ വന്നത് ജീവാത്മാവാണ്. ജീവനാണ് അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് വന്നത്. അവിടെ നിന്ന് ശരീരം കിട്ടി. ആ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കും ഈ ദേവനും. എല്ലാവർക്കും ഇത് അഞ്ചായിട്ട് തന്നെ തിരിഞ്ഞു പോകും നമ്മുടെ മരണശേഷം. ഈ ശരീരം ജന്തുക്കൾ ഭക്ഷിച്ച് കാംക്ഷിച്ചു പോകില്ല, രാമായണത്തിൽ പറയുന്നതാണ്, ഇല്ലേ? ജന്തുക്കൾ ഭക്ഷിച്ച് കാംക്ഷിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴെ കൃമികളായി തീർന്നിടാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ചുള്ള മോഹം നമ്മളെ ജീവിക്കുന്ന മുഴുവൻ ശരീരത്തിന് വേണ്ടി ആകരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം പഞ്ചത്വമായി പോകും. അതിനാണ് നമ്മൾ മരിച്ചാൽ ശരീരം നിലത്തിറക്കി കിടത്തും. അത് ഭൂമിയുടെ തത്വത്തിലേക്കാണ്. നിലത്ത് കിടത്തണം, കട്ടിലല്ല കിടത്തുന്നത്. ഈയിടെയായിട്ട് നമ്മൾ കാണാറുണ്ട് ട്രോളിയിൽ കിടത്തുക. നിലത്തൊരു ട്രോളി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ശരീരം കിടക്കുക. വേദവിധി പ്രകാരം അത് തെറ്റാണ്. ശരീരം നിലത്ത് കിടത്തുക, അത് കഴിഞ്ഞ് ജലത്തിൽ കുളിപ്പിക്കുക. അപ്പം പഞ്ചഭൂതങ്ങളിലെ 2 തത്വങ്ങളായി ഭൂമി, ജലം, അഗ്നി. അഗ്നിയിൽ ജ്വലിപ്പിക്കുക മൂന്നാമത്തെ തത്വം. പിന്നെ വായുവിൽ, വായു. അഗ്നിയിൽ ജ്വലിക്കണമെങ്കിൽ അവിടെ വായു ഉണ്ടാവണം, ഇല്ലേ? അങ്ങനെ പഞ്ചഭൂതാത്മകമായ ശരീരം അങ്ങനെ പോകുന്നു. ആ ശരീരം തന്നെ പ്രകൃതിയിലുള്ള എല്ലാത്തിനുമായിട്ട് വളങ്ങളായിട്ടും ഒക്കെ അങ്ങ് പോകുന്നു. മറ്റുള്ള ജീവികളിൽ കൂടെയൊക്കെ അങ്ങനെ നമ്മൾ ജീവിക്കുകയാണ്. തെങ്ങ് വെച്ചാൽ അത് തെങ്ങാവും, തേങ്ങയാകും. ആ തേങ്ങ തിന്നുന്ന വീണ്ടും വീണ്ടും അങ്ങനെ മാറിപ്പോകും. അതേ ആ സമയത്ത് നമ്മുടെ ഒരു കസേര എടുത്തിട്ട് ഇവിടെ ഇരിക്കും. അപ്പൊ ആ ശരീരം ഇങ്ങനെ പഞ്ചത്വമായി പോകുന്നു. അതേസമയം നമ്മുടെ ആത്മാവ് അത് വന്നിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ്. പരമാത്മാവിൽ വന്ന ശരീരം ജീവാത്മാവ്. ആ ജീവാത്മാവുമായിട്ട് ഒട്ടി നിൽക്കുന്ന നമ്മുടെ മനസ്സും ആത്മാവും ജീവാത്മാവും കൂടി പരമാത്മാവിൽ ലയിക്കാനാണ് ഈ ശരീരം വിട്ടു പോകുന്നത്. ആ ലയനമാണ് നമ്മുടെ ലക്ഷ്യം. ഞാനെന്ന് പറയുന്നത് ആ ജീവാത്മാവാണ്. അപ്പം ഇവിടെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ ഭക്തി ഉണ്ടായിരിക്കണം കുട്ടികളെ. അതുകൊണ്ട് കുട്ടികളോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് പ്രഹ്ലാദനാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, പ്രഹ്ലാദ, നിനക്കും 10 വയസ്സേ ആയുള്ളൂ,
ഞങ്ങൾക്കും 10 വയസ്സ് അല്ലേ, നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, നിനക്കിത് ഇവിടെ നിന്ന് കിട്ടി ഈ കഥയൊക്കെ, ഈ വിവരങ്ങളില്ല, ഇത്ര അറിവൊന്നും ഞങ്ങൾക്കില്ലല്ലോ. പ്രഹ്ലാദൻ പറഞ്ഞു അത് പറയാം, അത് ഒരു വേറൊരു കഥയാണ്. അതായത് ഈ ദേവന്മാരും അസുരന്മാരും എന്നും തമ്മിലിടിയ അല്ലേ, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അവരെന്നും തമ്മിലിടിയ. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ അച്ഛൻ പണ്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ് ചെയ്യാനായിട്ട് മഹേന്ദ്ര പർവ്വതത്തിലോട്ട് പോയ സമയം ദേവന്മാർ വന്നിട്ട് എൻ്റെ കൊട്ടാരം, അച്ഛൻ്റെ കൊട്ടാരം വന്ന് ആക്രമിച്ചു. കൊട്ടാരം വന്ന് ആക്രമിച്ചപ്പോൾ അവിടെ അമ്മ മാത്രമായിരുന്നു, എൻ്റെ അമ്മ കയാത്തുദേവി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഗർഭിണിയായ എൻ്റെ അമ്മയും കൊണ്ട് ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് പോയ വഴിക്ക് ഇന്ദ്രൻ അല്ല നാരദ മഹർഷി ദേവേന്ദ്രനെ കണ്ടു. ദേവേന്ദ്ര ഇതെന്താ കാട്ടുക, ഇത് നമ്മുടെ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയല്ലേ, അതെ ഇവരെ കൊണ്ട് എങ്ങനെ പോകുന്ന, ഇവർ ഗർഭിണിയാണ്, ആ ഗർഭത്തിനുള്ള ശിശു ബ്രഹ്മജ്ഞാനിയാണ്, അതുകൊണ്ട് അവരെ ഉപേക്ഷിച്ചു പോകും. അപ്പോൾ എന്താ ദേവേന്ദ്രൻ പറഞ്ഞെന്നറിയോ, ഇവൻ്റെ ഉദരത്തിൽ ഇവരുടെ ഉദരത്തിലുള്ള ശിശു അസുരവിത്താണ്, അസുരൻ്റെ വിത്താണ്, അവൻ വളർന്നു വന്നാൽ ദേവകുലത്തിന് മുഴുവൻ ഒരു ഭീഷണിയാകും, അതുകൊണ്ട് അവനെ ജനിച്ചാൽ തന്നെ വധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് ഇല്ല, ഇവൻ അസുരവിത്തല്ല, ഇവൻ അസുരവംശത്തിൽ ജനിച്ച ദേവനാണ്, അവൻ ഇപ്പം തന്നെ ബ്രഹ്മജ്ഞാനിയാണ്, അതുകൊണ്ട് അവരെ ഉപേക്ഷിക്കൂ. അങ്ങനെ നാരദൻ്റെ ഉപദേശം കേട്ട് ഇന്ദ്രൻ കയാത്തു ദേവിയെ അവിടെ ഉപേക്ഷിച്ചു പോയി. പിന്നെ നാരദൻ കൂട്ടിക്കൊണ്ടുപോയി കയാത്തു ദേവിയെ നാരദൻ്റെ ആശ്രമത്തിലോട്ട്. അങ്ങനെ നാരദൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് നാരദൻ എല്ലാ ദിവസവും ആശ്രമത്തിലെ അന്തേവാസികൾക്ക് വേദോപദേശങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുക ഒരു പതിവായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് കയാത്തു ദേവി കേൾക്കുന്നുണ്ട്. പക്ഷെ കയാത്തു ദേവി എന്തെന്ന് വെച്ചാൽ നാരദൻ പറയാൻ തുടങ്ങി കഴിയുമ്പം കുറേ താമസിക്കാതെ തന്നെ ഉറങ്ങിപ്പോകും. അതങ്ങനെ ഒരു